നല്ല മഴയാണ് വെളിയിലെ. കണ്ടില്ലേ, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ മഴ വന്നത്. നല്ല മഴയാണ്, ഒത്തിരി തണുപ്പൊന്നുമില്ല എന്നാലും. അപ്പം ഈ മഴ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പപ്സ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മുടെ മഴയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് പറഞ്ഞതുപോലെ പപ്സ് ഉണ്ടാക്കി കേട്ടോ. കട്ടക്കാപ്പിയും കൂട്ടി നമ്മുടെ എഗ് പപ്സ് പപ്പായയും മമ്മിയും ഞാനും കൂടെ കഴിക്കാൻ പോകും. അതുപോലെ നമ്മുടെ കാത്തുക്കുട്ടിക്കും ചെയ്സൂനും വേണ്ടി ചെയ്സ് എഗ് പപ്സ് കഴിക്കും. പക്ഷേ കാത്തുക്കുട്ടി അതിൻ്റെ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കാത്തുക്കുട്ടിക്ക് പ്ലെയിനായിട്ട് പപ്പ് പേസ്റ്റ് ചുമ്മാ ഓരോ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അവളിതേ കഴിക്കത്തുള്ളൂ. പപ്സും കട്ടൻ കാപ്പി പപ്പായ്ക്കും മമ്മിയിട്ട് എപ്പോഴേലും കട്ടൻ കാപ്പി ഒരു നേരം കിട്ടുകയാണെങ്കിൽ നല്ല. അപ്പം ഞാൻ അവിടുത്തെ പപ്സും കട്ടൻ കാപ്പി ആക്കിയേക്കാം. ഇത്ര നാൾ അച്ചാച്ചനായിരുന്നു, ഇനി മുതൽ പപ്പയിലേക്കാണ് എൻ്റെ പരീക്ഷണങ്ങൾ വരുന്നത്. യാ, കട്ടൻ കാപ്പിയാണ് കുടിക്കുക. പപ്സ് കഴിച്ചിട്ടെന്ന് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ക്രിസ്പിയാ. നാട്ടിലെ പോലില്ലേ, നാട്ടിൽ അവർ മാവ് കുഴച്ചല്ലേ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ പപ്പേസ്റ്റ് അങ്ങ് പോയി മേടിച്ചോണ്ട് വരുമല്ലേ. കഴിച്ചു നോക്കിയേ. ആ ഗ്രേവിയും കൂട്ടി പപ്സ് കഴിക്കണം, കടിച്ച് കഴിക്കുക. പപ്സ് കഴിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഈ പബ്ലിക്കിലൊക്കെ കഴിക്കുമ്പോൾ മുഴുവൻ കടകളിലും പോയി കഴിക്കാൻ പറ്റത്തില്ല. കാരണം മൊത്തം അല്ലേ, ഇത്രയും ക്രിസ്പിയും കൂടെ ആവുകയാണെങ്കിൽ ഭയങ്കര പാടാ കഴിക്കും. നല്ലല്ലേ, അടിപൊളി. അപ്പൊ പപ്പ സൂപ്പർ എന്ന് പറഞ്ഞു. താങ്ക് യു.